നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കശ്മീരിലെ ഉറിയിൽ വീണ്ടും ഭീകരരുമായി ഏറ്റുമുട്ടൽ. 10 ഭീകരരെ കൊന്നു. നുഴഞ്ഞു കയറിയത് 15 ഭീകരർ. അതിർത്തിയിൽ സൈനിക വിന്യാസം ശക്തമാക്കി. സാർക്ക് സമ്മേളനം ഇന്ത്യ ബഹിഷ്കരിച്ചേക്കും. ബംഗ്ലാദേശും അഫ്ഗാനും പിന്മാറിയേക്കുമെന്ന് റിപ്പോർട്ട്. കൊല്ലത്ത് ചരക്ക് തീവണ്ടി പാളം തെറ്റിയതോടെ ട്രെയിൻ ഗതാഗതം താറുമാറായി. 12 ട്രെയിനുകൾ റദ്ദാക്കി. പല വണ്ടികളും വഴി തിരിച്ചുവിട്ടു. നാളെയും നിയന്ത്രണം. മണിക്കൂറുകൾ കാത്തിരുന്ന് യാത്രക്കാർ വലഞ്ഞു. ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. സമ്പൂർണ്ണ ഭവന പദ്ധതി അടക്കം ജനപ്രിയ പദ്ധതികളുമായി മുഖ്യമന്ത്രി. ജൈവ കൃഷിക്കും ശുചീകരണത്തിനുമടക്കം 6 പദ്ധതികൾ. മധ്യനയത്തിൽ ഘടകകക്ഷികൾ ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുക്കാൻ LDF ധാരണ. ജിഷ കൊലക്കേസിൽ കുറ്റം നിഷേധിച്ച് അമിറുൾ. കൊല നടത്തിയത് സുഹൃത്ത് അനാറുൾ. അമിറുളിന് ജാമ്യമില്ല. സൗമ്യ വധക്കേസിൽ സുപ്രീം കോടതി വിധിക്കെതിരെ റിവ്യൂ ഹർജി നൽകാൻ മാതാവ്. ഇന്ത്യയുടെ 500ാം ടെസ്റ്റ് മത്സരം നാളെ. ന്യൂസിലാൻഡിനെതിരായ ടെസ്റ്റ് കാൺപൂരിൽ. ഇന്ത്യ തികഞ്ഞ ആത്മവിശ്വാസത്തിലെന്ന് അജിൻക്യ രഹാന. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. കശ്മീരിലെ ഉറിയിൽ വീണ്ടും ഭീകരരുമായി ഏറ്റുമുട്ടൽ. നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 10 ഭീകരരെ സൈന്യം കൊന്നു. നുഴഞ്ഞു കയറിയത് 15 ഭീകരരായിരുന്നു. ഇതിനിടെ അതിർത്തിയിൽ സൈനിക വിന്യാസം ഇന്ത്യ ശക്തമാക്കി. അതേസമയം സാർക്ക് സമ്മേളനം ഇന്ത്യ ബഹിഷ്കരിച്ചേക്കും. ബംഗ്ലാദേശും അഫ്ഗാനും സമ്മേളനത്തിൽ നിന്ന് പിന്മാറിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഉറി സെക്ടറിലെ ലച്ചിപുര മേഖലയിലാണ് ഇന്ന് ഏറ്റുമുട്ടൽ ഉണ്ടായത്. 1 മണിക്കൂറോളം നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് സൈന്യം ഭീകരരെ വധിച്ചത്. നുഴഞ്ഞുകയറ്റത്തിന് മുൻപ് പാക് സേന ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തു. ഭീകരവാദികളെ സഹായിക്കാനാണ് ഇതെന്ന് കരുതുന്നു. ഹദ്വാരയിലെ പോലീസ് സ്റ്റേഷനു നേരെയും ഇന്ന് വെടിവെപ്പുണ്ടായെങ്കിലും ഭീകരർ രക്ഷപ്പെടുകയായിരുന്നു. ഞായറാഴ്ച ഉറിയിൽ ആക്രമണം നടത്തിയ ഭീകരർക്ക് തദ്ദേശ സഹായം ലഭിച്ചിരുന്നുവെന്ന് റോ കണ്ടെത്തി. ആക്രമണത്തിന് മുൻപ് 2 മണിക്കൂറോളം ഭീകരർ സൈനിക ക്യാമ്പിനടുത്ത് ചെലവഴിച്ചിരുന്നുവെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. NIA-യുടെ 6 അംഗ സംഘം ഇന്ന് അന്വേഷണം ഏറ്റെടുത്തു. അതിനിടെ നിയന്ത്രണ രേഖയ്ക്കടുത്ത് ഇന്ത്യ സേനാവിന്യാസം കൂട്ടി. മേഖലയിലെ സൈനിക കേന്ദ്രങ്ങൾക്കും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നവംബർ 9, 10 തീയതികളിൽ ഇസ്ലാമാബാദിൽ നടക്കുന്ന സാർക്ക് ഉച്ചകോടി ഇന്ത്യ ബഹിഷ്കരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ഇന്ത്യയെ പിന്തുണച്ച് അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും സമ്മേളനം ബഹിഷ്കരിച്ചേക്കും. എന്നാൽ ഇതിനോടൊന്നും ഔദ്യോഗികമായി പ്രതികരിക്കാൻ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതേസമയം പാകിസ്ഥാന്റെ മണ്ണ് ഭീകരർ സുരക്ഷിത സ്വർഗഭൂമിയാക്കി ഉപയോഗിക്കുന്നത് തടയണമെന്ന് അമേരിക്ക നവാസ് ഷെരീഫിനോട് ആവശ്യപ്പെട്ടു. UN ജനറൽ അസംബ്ലിക്ക് മുന്നോടിയായി നവാസ് ഷെരീഫുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ജോൺ കെറി അമേരിക്കൻ നിലപാട് വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത്. ചർച്ചയിൽ MP രാജേഷ് MP, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, BJP നേതാവ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, ബ്രിഗേഡിയർ GRC നായർ, പ്രതിരോധ വിദഗ്ധൻ PM നാരായണൻ, മാധ്യമപ്രവർത്തകൻ നേരെ ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ MP രാജേഷ്, പാകിസ്ഥാനെ പോലെ ഭീകരത കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യത്തെ നയതന്ത്ര നീക്കങ്ങളിലൂടെ ഒറ്റപ്പെടുത്തി ഇന്ത്യക്ക് നിലപാട് ഉറപ്പിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര സർക്കാർ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ധാരണകളാണ് പുറത്തേക്ക് വരുന്നത്. ആ നീക്കം ഫലം കാണുമോ? പാകിസ്ഥാനെതിരായി ഈ നയതന്ത്ര നീക്കങ്ങളിലൂടെ ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഈ ശ്രമങ്ങൾ ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കാമോ? ഫലം കാണുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷെ നയതന്ത്രപരമായി പാകിസ്ഥാനിൽ സമ്മർദ്ദം ചെലുത്തുക, പാകിസ്ഥാനെതിരായി ഒരു അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ അഭിപ്രായ രൂപീകരണം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ചേരിചേരാ ഉച്ചകോടിയെല്ലാം നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ രാജ്യങ്ങളുടെ ആകെ പിന്തുണ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിനെതിരായിട്ട് സമാഹരിക്കാൻ ഇന്ത്യ ശ്രമിക്കേണ്ടതാണ്. എന്നാൽ ഒരു കാലത്ത് ഇന്ത്യ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലാണ് ഉണ്ടായിരുന്നത് നമ്മൾ ഓർമ്മിക്കണം. എന്നാൽ ഇന്ന് കേന്ദ്ര സർക്കാർ അത്ര പ്രാധാന്യം അതിന് കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ ചേരിചേരാ ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്നില്ല, ചരിത്രത്തിലാദ്യമായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ വലിയ തോതിൽ അന്താരാഷ്ട്ര സമൂഹത്തെ പാകിസ്ഥാനെതിരെ അണിനിരത്താൻ കഴിയുന്ന ഒരവസരം അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം അവസരങ്ങൾ സർക്കാർ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നയതന്ത്രപരമായി പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം ഫലം കാണുമോ എന്നതിനുള്ള ഉത്തരം അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് കശ്മീരിൽ ഈ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദികളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി കാശ്മീരിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുക എന്നതും അതിനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രക്രിയയ്ക്ക്, രാഷ്ട്രീയ പരിഹാരം കാണാനുള്ള ചർച്ചകൾക്ക്
സൈമിൾട്ടേനിയസ് ആയി തന്നെ കേന്ദ്ര സർക്കാർ നേതൃത്വം കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം തീവ്രവാദികളെ ഒറ്റപ്പെടുത്താൻ കഴിയണമെങ്കിൽ കാശ്മീർ ജനതയെ നമുക്ക് പൂർണ്ണമായിട്ടും കൂടെ നിർത്താൻ കഴിയേണ്ടതുണ്ട്. അതിനുള്ള നടപടികളും ഉണ്ടാവണം. അപ്പോൾ ഒരു ദ്വിമുഖമായിട്ടുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടത്. ഒന്ന്, കാശ്മീരിലെ പ്രശ്നം രാഷ്ട്രീയമായി പരിഹരിക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുക. ഒപ്പം അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനും അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു അഭിപ്രായം, അന്താരാഷ്ട്ര ബഹുജനാഭിപ്രായം ഉയർത്തിക്കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങൾ, അങ്ങനെ ആ നിലയിൽ ഒരു ദ്വിമുഖമായ സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട്. ഞാൻ വരാം. ശ്രീ PS ശ്രീധരൻപിള്ള, താങ്കൾക്ക് ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? നമ്മുടെ നയതന്ത്ര നീക്കങ്ങളിലൂടെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യത്തെ ലക്ഷ്യമെന്ന് തോന്നുന്നു. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി ഏതെങ്കിലും പ്രതികരണമോ അല്ലെങ്കിൽ വിശദീകരണമോ ഒന്നും ഒരു ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അങ്ങനെയാണ്. ഇന്ത്യ ആ നിലയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഈ രംഗത്ത് സഹായം കിട്ടാവുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായി അഭിപ്രായം പറയാവുന്ന എല്ലാ രാജ്യങ്ങളുമായി നമ്മൾ സംസാരിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ആ നിലയിൽ പാകിസ്ഥാന് മേൽ വലിയൊരു സമ്മർദ്ദം രൂപപ്പെടുത്തിക്കൊണ്ടുവരികയും ആ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ഏതെങ്കിലും വിട്ടുവീഴ്ചയ്ക്കോ അല്ലെങ്കിൽ അവരുടെ നിലപാടുകളിലോ മാറ്റം വരുത്തുകയും ചെയ്യും. അങ്ങനെയാണോ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾക്ക് ഏതെങ്കിലും തലത്തിൽ ഒരു ശുഭപര്യവസാനം ഉണ്ടാകുമെന്ന് കരുതാമോ ഇപ്പോൾ? ഒരിക്കലും ആ ഒരു നിലപാടാകാൻ സാധ്യതയില്ല. അപ്പം വിജയകുമാർ പറഞ്ഞതിന് മുമ്പ് രാജേഷ് ആണെന്ന് തോന്നുന്നു ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത്. അതെ. അപ്പൊ രാജേഷ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ താത്വികമായിട്ട് ഈ രണ്ട് ദ്വിമുഖ തരത്തിലുള്ള ശ്രമങ്ങൾ എന്ന് പറഞ്ഞ ആ വാക്കിനെ മാത്രം ഞാൻ ഉൾക്കൊള്ളുന്നു. മറ്റു രണ്ട് കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞ ആശയത്തോട് നമുക്ക് യോജിക്കാൻ നിർവാഹമില്ല. കാരണം കാശ്മീർ പ്രശ്നം അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരു ചർച്ചയാക്കി മാറ്റാനാണ് പാകിസ്ഥാൻ എക്കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ തുടർന്നിട്ട് ഒരു സംഭവത്തിന് ശേഷവും അതിനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് നിന്നുകൊടുക്കാൻ നമ്മൾ ഒരിക്കലും തയ്യാറാവില്ല. കാരണം കാശ്മീർ പ്രശ്നം ഒരിക്കലും അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരു ചർച്ചയ്ക്ക് വിഷയീഭവിച്ച് അതിൽ പിന്തുണ നേടേണ്ട ഒരു സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ചിന്തിക്കാനുള്ള സാധ്യത വിരളമാണ്. രണ്ടാമത്തെ പ്രശ്നം കാശ്മീരിലെ പ്രശ്നം ഒരു രാഷ്ട്രീയ പ്രശ്നം എന്നുള്ള നിലയിൽ നമ്മൾ കാണുന്നതും ശരിയല്ല. അവിടെ ഒരു വിഭാഗം ആളുകൾ, എല്ലാവരെ പറ്റിയല്ല, അവിടുത്തെ 3 പ്രവിശ്യകളായി അതിനെ വിഭജിക്കുന്ന അവസരത്തിൽ ജമ്മുവും ലഡാക്കിലെ പ്രദേശങ്ങളും എല്ലാം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഇന്ത്യയോട് 100% കൂറുള്ള ആളുകളാണ്. മറ്റിടത്ത് ഒരു വിഭാഗം ആളുകൾ അതിൻ്റെതായ കാരണങ്ങൾ, ഞാൻ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല പറയുന്നത്, ആ ആളുകൾ തീർച്ചയായിട്ടും പ്രോ പാകിസ്ഥാൻ അല്ലെങ്കിൽ ടെററിസത്തെ അനുകൂലിക്കുന്ന നിലപാടുണ്ട്. അപ്പൊ അവിടെ 100% അവരുടെ എല്ലാം വിശ്വാസം ആർജിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കാൻ സാധിക്കില്ല. നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ചിലപ്പം ഷടനോട് ശാഠ്യമെന്ന നിലപാട് വേണ്ടിവരും. അതേസമയത്ത് പൊളിറ്റിക്കൽ സൊല്യൂഷൻ ആവശ്യമെങ്കിൽ അതും ചെയ്യും. അത് നമ്മുടെ ഇന്റേണൽ കാര്യമായിട്ടാണ് നമ്മളതിനെ കാണേണ്ടതായിട്ടുള്ളത്. ഒരു കാര്യം കൂടി അതിൻ്റെ അകത്തിൽ ശ്രീ രാജേഷിനോട് എനിക്ക് പറയാനുള്ളത്, അന്താരാഷ്ട്ര ഇസ്ലാമിക തീവ്രവാദം അത് അൽ-ഖ്വയ്ദ ആയാലും ലഷ്കർ ഇ തോയ്ബ ആയാലും ഏത് സംഘടനയായാലും IS ആയാലും അവർക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്താ? 52 രാജ്യങ്ങളെ ഒന്നിച്ച് അതിരുകളെല്ലാം മാറ്റിയിട്ട് ഒരു ഏക കാലിഫിന്റെ കീഴിൽ വരണം എന്നുള്ളതാണ്. അതൊരു അടിസ്ഥാന പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ അവരുടെ ടാർഗറ്റാണ്. ഇന്ത്യ എലിമിനേറ്റ് ചെയ്യേണ്ട ടാർഗറ്റായി ഇവരെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് നിലപാട് സ്വീകരിച്ചാലും അതിനുവേണ്ടി ഇന്ത്യ എലിമിനേറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കും. അതിനെ നേരിടാൻ നമുക്ക് സാധിക്കണം. അതിൽ ശത്രു, നമ്മുടെ ഒരു എനിമി കൺട്രി, ഒരു യുദ്ധ പരിതസ്ഥിതി അതെങ്ങനെ നേരിടും അതുപോലെ വേണ്ടി വരും. അതുകൊണ്ട് ഷടനോട് ശാഠ്യം എന്ന നിലപാടും അതേസമയത്ത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ നമുക്ക് അനുകൂലമാകേണ്ട മേഖലയിൽ നമ്മൾ അതിന് ശ്രമിക്കും. തീവ്രവാദത്തിന്റെ പേരിൽ, ഭീകരവാദത്തിന്റെ പേരിൽ, ഇസ്ലാമിക ഭീകരവാദത്തിന്റെ പേരിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടക്കും. അതിനുള്ള പ്രായോഗിക സമയം സ്വീകരിക്കും. കാശ്മീരില് ജനവിധി PDPക്കും BJPക്കും അനുകൂലമാണ്. അതിനനുസരിച്ച് ഈ 4-5 ജില്ലകളിൽ ഉള്ള പരിസ്ഥിതിയെ നേരിടാനും സാധിക്കും. ഇതാണ് കേന്ദ്ര സർക്കാർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരെ ചിന്തിക്കുന്നത്. അതായിരിക്കാം കേന്ദ്രത്തിന്റെ പദ്ധതി. ഞാൻ താങ്കളിലേക്ക് വരാം, ദയവായി തുടരണം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ നമുക്കറിയാം പാർലമെന്റ് ആക്രമണ സമയത്തും അതിനുശേഷം മുംബൈയിലെ ഭീകരാക്രമണ സമയത്തും ഏറ്റവും ഒടുവിൽ പഠാൻകോട്ടിലുമൊക്കെ സംഭവിച്ചത്, ആ സമയത്ത് അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെയോ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെയോ ഒക്കെ സമ്മർദ്ദം പാകിസ്ഥാന് മേലുണ്ടായിരുന്നു. പാർലമെൻറ്റ് ആക്രമണത്തിന് ശേഷം നമ്മൾ അതിർത്തിയിൽ വലിയ സൈനിക വിന്യാസം നടത്തുകയും
പാകിസ്ഥാന് ഭീതി ജനിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മൾ കാശ്മീരിലും നമ്മുടെ അതിർത്തികളിൽ കുറേ സേനാ വിന്യാസം വലിയ തോതിൽ ശക്തിപ്പെടുത്തി. അത് ഉപയോഗിച്ച് അമേരിക്കയും മറ്റു രാഷ്ട്രങ്ങളും പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. പക്ഷേ കാലമേറെ കഴിഞ്ഞു. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഇന്നിപ്പോൾ അമേരിക്ക സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാർത്താക്കുറിപ്പോ അല്ലെങ്കിൽ അവരുടെ വിശദീകരണമുണ്ട്. പാകിസ്ഥാൻ്റെ മണ്ണ് ഭീകരവാദത്തിന് ഉപയോഗിക്കരുത്, തീവ്രവാദികൾക്ക് പാകിസ്ഥാൻ ഒരു സ്വർഗമാണെന്ന് അവർക്ക് തോന്നരുത് എന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിശദീകരണം വന്നു. പക്ഷേ അത് പാകിസ്ഥാൻ വലിയ തോതിൽ കണക്കിലെടുക്കുമെന്ന് തോന്നുന്നില്ല. അമേരിക്ക പാകിസ്ഥാനെ എത്രത്തോളം ഭീഷണിപ്പെടുത്തിയാലും എത്രത്തോളം സമ്മർദ്ദം ചെലുത്തിയാലും അതിന് വഴങ്ങാൻ പാകിസ്ഥാൻ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. കാരണം ചൈനയുടെ ഒരു പിന്തുണ, എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ പാകിസ്ഥാൻ ഉണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ശാക്തിക ചേരിയെ ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്തിയാൽ അതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിയും. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ആ നിലയ്ക്ക് നമ്മളുടെ നീക്കങ്ങൾ ഫലം കാണുമോ? അല്ല, നയതന്ത്ര നീക്കങ്ങളിൽ ഇന്ത്യ എപ്പോഴും പരാജയമാണ്. പാകിസ്ഥാനുമായി ആ മേഖലയിൽ നമുക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കാശ്മീരിനെ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചാ വിഷയമാക്കരുത് എന്നൊരു ശാഠ്യം നമുക്കുണ്ട്. അത്തരം ശാഠ്യങ്ങൾ തന്നെ ഒരു അപകടമാണ്. ഏത് വിഷയവും ഏത് തലത്തിലും ചർച്ച ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട കാര്യമുള്ളത്. ഇപ്പോൾ കാശ്മീർ പ്രശ്നം പണ്ട് വി.കെ. കൃഷ്ണമേനോന്റെ കാലത്ത് UN ജനറൽ അസംബ്ലി അദ്ദേഹം 8.5 മണിക്കൂർ പ്രസംഗിച്ചു. റെക്കോർഡാണത്. പക്ഷേ ആ പ്രസംഗം കൊണ്ടും ഒരു ലോകരാഷ്ട്രത്തിന് മുന്നിലും നമ്മുടെ കേസ് ഫലപ്രദമായി അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നീടുള്ള അവസ്ഥയും അതുതന്നെയാണ്. എല്ലാ കാലത്തും പാകിസ്ഥാൻ എന്നത് അമേരിക്കയുടെ ഒരു സഖ്യരാഷ്ട്രമാണ്. അമേരിക്ക എന്നെല്ലാം വർത്തമാനം പറഞ്ഞാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അമേരിക്ക പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കും. ഇപ്പോൾ ചൈനയുമുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ അവിടെ നിൽക്കുന്നുണ്ട്. ഈ അവസ്ഥകളൊക്കെ കണ്ടുകൊണ്ട് വേണം നമുക്ക് നമ്മുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കേണ്ടത്. എങ്ങനെയായാലും ഒരു രാജ്യം എന്ന നിലയ്ക്ക് നമുക്ക് അഭിമാനത്തോടെ നമ്മുടെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. അത് പത്താൻകോട്ടായാലും ഉറി ആയാലും നമ്മുടെ ഈ ധീര ജവാന്മാരുടെ സ്മരണയോട് യാതൊരു അനാദരവും കാണിക്കാതെ തന്നെ പറയട്ടെ, പത്താൻകോട്ടിലും ഉറിയിലും വാസ്തവത്തിൽ പരാജയപ്പെട്ടത് നമ്മളാണ്. പാകിസ്ഥാൻ ജയിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം, നമ്മൾ പരാജയപ്പെടുകയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഴ്ചകൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പ്രവർത്തനക്ഷമമാണോ, ഏത് അപകടത്തെയും നേരിടാൻ സജ്ജമാണോ എന്ന ചോദ്യം നമ്മോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ പ്രശ്നം അവിടെ നിൽക്കുമ്പോൾ, കാശ്മീർ അങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ പാകിസ്ഥാനെ കൈകാര്യം ചെയ്യണം എന്ന ചോദ്യത്തിന് പാകിസ്ഥാനുമായി സംസാരിക്കണം, വർത്തമാനം പറയണം എന്നൊക്കെ നമുക്ക് പറയാം. അത് കുറേ കാലമായി നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാന് മനസ്സിലാകുന്നത് ഒരു ഭാഷ മാത്രമേ ഉള്ളൂ. അത് ശക്തിയുടെ ഭാഷയാണ്, കരുത്തിൻ്റെ ഭാഷയാണ്. പാകിസ്ഥാന് വേദനയുണ്ടാവണം. പക്ഷെ അത് ഒരു യുദ്ധം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. നേരിട്ടൊരു യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് ചെയ്യുന്നത് ശരിയുമല്ല. കാരണം വൻതോതിൽ സിവിലിയൻ കാഷ്വാലിറ്റിക്കിടയാക്കുന്ന ഒരു യുദ്ധവും ആക്രമണവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ചെയ്യാനും പാടില്ല. അതല്ലാതെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിന് കഴിയണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങളിൽ, വ്യാപാര ബന്ധം ഉൾപ്പെടെ, പാകിസ്ഥാന് വേദനിക്കുമ്പോളം കുറേ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും. ആ വക കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ശക്തമായ ഒരു നിലപാട് ഇപ്പോൾ ശ്രീധരൻപിള്ളയൊക്കെ വളരെ നല്ല വാക്കുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ BJP പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞിരുന്നത് ഇക്കാര്യങ്ങളൊന്നുമല്ല. BJPയുടെ അതിശക്തനായ കരുത്തനായ പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അപമാനം ഒരു അയൽ രാജ്യത്ത് നിന്ന് ഇന്ത്യ സഹിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യവും, അത് രാഷ്ട്രീയ ചോദ്യമാണെങ്കിൽ പോലും ആ ചോദ്യവും നമ്മൾ ഉന്നയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വരാം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ താങ്കളിലേക്ക്. ശ്രീ ബ്രിഗേഡിയർ GRC നായർ, ആംഡ് ഫോഴ്സ് ഇപ്പോൾ സായുധ സേനയ്ക്ക് ഇക്കാര്യത്തിൽ നിർണായകമായ പ്രാധാന്യമുള്ള ഒരു ഘട്ടമാണല്ലോ. ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഒക്കെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന് നോവണം. നമ്മൾക്ക് ധീര ജവാന്മാരെ പട്ടാൻകോട്ടിലും ഉറിയിലും നഷ്ടമായപ്പോൾ നമുക്ക് എങ്ങനെ നൊന്തോ അതുപോലെ പാകിസ്ഥാനും നോവണം. പക്ഷേ അതൊരു പൂർണ്ണ യുദ്ധമായി മാറുകയും ചെയ്യാൻ പാടില്ല. എന്താണ് ഈ ഘട്ടത്തിൽ മിലിറ്ററിക്ക് അല്ലെങ്കിൽ സൈന്യത്തിന് ചെയ്യാൻ കഴിയുക ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട്? ഇത് രണ്ട് വിധത്തിലാണ് ഇത് നീങ്ങേണ്ടത്. ഒന്ന്, പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ. വേറൊരു വിധത്തിൽ പാകിസ്ഥാനി പറഞ്ഞതുപോലെ നോവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഓപ്പണായിട്ട് പറയാനും പാടില്ല, അതേസമയം എല്ലാവരും അറിയുകയും ചെയ്യണം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ. അപ്പോൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഇപ്പം പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട്, അവർ
കമ്പൈൻഡ് മിലിറ്ററി എക്സസൈസിന് അവർ തയ്യാറല്ല എന്ന്. കൂടാതെ ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനിലെ ഇതും അവർ ഈ സാർക്ക് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ഇത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ബലൂചിസ്ഥാനിൽ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞതും അവർക്ക് ഒരു അസൈലം കൊടുക്കാം, വേണ്ടി വന്നാൽ കൊടുക്കാം എന്ന് പറഞ്ഞതും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സിനാരിയോയിൽ ഇത് 3 വിധത്തിൽ പോകുന്നതായിരിക്കും നല്ലത്. ഒന്ന്, അവർക്ക് ഇൻറ്റേർണലി കാശ്മീരിലുള്ള പോലെ ഒരു പ്രോബ്ലം ഉണ്ടാക്കുക. രണ്ടാമത്, ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ അവരെ ഒറ്റപ്പെടുത്താൻ നോക്കുക. മൂന്നാമത്, അവരെ എങ്ങനെ ഇതിന് വേണ്ടിയിട്ടൊരു തിരിച്ചടി കൊടുക്കാം എന്ന് നോക്കണം. ഈ തിരിച്ചടി കൊടുക്കുക എന്നുള്ളതിൽ മിലിറ്ററി പരമായിട്ട് പറയുമ്പം, അല്ലെങ്കിൽ സർവീസസിൻ്റെ ഇത് വെച്ച് പറയുമ്പോൾ, അത് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടാണ് ആർമിയിലുള്ള ആൾക്കാർ നോക്കേണ്ടത്. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ 2 സ്ഥലത്ത് പാകിസ്ഥാൻ്റെ ആൾക്കാർ നുഴഞ്ഞു കയറി പ്രോബ്ലം ഉണ്ടാക്കിയെങ്കിലും അതുപോലെ ഒരു പ്രോബ്ലം നമ്മൾ ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മിലിറ്ററിയുടെ മൊറാൽ താഴോട്ട് വരാനായിട്ടൊരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല, പല കാരണങ്ങളും കാണും. എങ്കിലും മിലിറ്ററിയുടെ മൊറാൽ ഉയർത്തിപ്പിടിക്കാൻ പാകിസ്ഥാന് ഇങ്ങനെ ഒരു തിരിച്ചടി കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ അതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു സപ്പോർട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അത് ഒരു പ്രോബ്ലമായിട്ട് വരും. അപ്പോൾ അങ്ങനെ അവരെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു അടി കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ഇപ്പോൾ ബ്രിഗേഡിയർ ശ്രീ GRC നായർ ചൂണ്ടിക്കാട്ടിയതുപോലെ സൈന്യത്തിൻ്റെ ആത്മവീര്യം ചോരാതെ നിൽക്കണം, അത് കാത്തു സൂക്ഷിക്കുകയും വേണം. ഒപ്പം ഇത് രാഷ്ട്രീയമായി BJPക്കും കേന്ദ്ര സർക്കാരിനും ഒരു വെല്ലുവിളി കൂടിയാണല്ലോ. പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്താണ് നരേന്ദ്രമോദി പറഞ്ഞത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പാകിസ്ഥാന് പ്രണയലേഖനം എഴുതുകയല്ല കേന്ദ്ര സർക്കാരിൻ്റെ ജോലി എന്നാണ് അന്ന് നരേന്ദ്രമോദി ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായി ഈ രീതിയിലുള്ള വെല്ലുവിളി അതിർത്തിക്ക് അപ്പുറത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നു. ഒപ്പം സൈന്യത്തിൻ്റെ മനോവീര്യം കെടാതെ സൂക്ഷിക്കുകയും വേണം. കേന്ദ്ര സർക്കാരിന് ഒരു വലിയ പ്രതിസന്ധി ഘട്ടമല്ലേ ഇത് സമ്മാനിച്ചിരിക്കുന്നത്? പ്രതിസന്ധി രാജ്യം നേരിടുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ BJP എന്നോ ഭരണകൂടമെന്നോ അല്ല, രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ്. അവിടെ ബ്രിഗേഡിയർ പറഞ്ഞ കാര്യത്തിൽ, കാരണം സൈന്യത്തിന്റെ നമ്മുടെ ചർച്ചകൾ കഴിഞ്ഞ ഇതങ്ങോട്ട് ഉറി അക്രമത്തിന് മുമ്പുള്ള നമ്മുടെ ചർച്ചകളെല്ലാം വിജയകുമാർ ഓർമ്മയുണ്ടാകുമല്ലോ. നമ്മുടെ സൈനികര് നമുക്ക് വേണ്ടി പൊരുതി കഷ്ടപ്പെട്ടവർ മരിച്ചു വീഴുമ്പം അവരെ പറ്റി ഒരു നല്ല വാക്ക് പറയാൻ ആരുണ്ടായിരുന്നു? ചർച്ചകളിലെല്ലാം മനുഷ്യാവകാശങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. മനുഷ്യാവകാശം യുദ്ധത്തിൽ എന്ത് മനുഷ്യാവകാശമാണ്? യുദ്ധത്തിൽ മനുഷ്യാവകാശത്തിന് വല്ല പ്രസക്തിയുണ്ടോ? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സൈനികർക്ക് തീർച്ചയായും സൈനികരുടെ നീക്കങ്ങളെ പിന്തുണയ്ക്കുകയും അവരുടെ ആത്മവീര്യം ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത്. BJPയെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞു പ്രണയലേഖനം, അത് ഏത് സന്ദർഭത്തിലാണ് ഉണ്ടായെന്നുള്ള കാര്യം കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പാകിസ്ഥാനുമായിട്ട് എപ്പോഴും യുദ്ധം വേണമെന്ന് ആഗ്രഹിക്കുന്ന യുദ്ധക്കൊതിയന്മാരായിട്ടാണ് ഞങ്ങളുടെ പാർട്ടിയെ പറ്റി ധാരാളം ആക്ഷേപങ്ങൾ അടിസ്ഥാനപരമായി പറയുന്ന പോലെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയല്ല. പാകിസ്ഥാനും ഇന്ത്യയും ചേർന്നുകൊണ്ട് കോൺഫെഡറേഷൻ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ട ദീനദയാൽ ഉപാധ്യായ, രാം മനോഹർ ലോഹ്യ ഒരു കാലത്ത് ഉന്നയിച്ച നാടാണിത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം ഞങ്ങൾ പാകിസ്ഥാൻ തീർച്ചയായും മൊഹാജിർ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ ബലൂജികൾക്ക് വേണ്ടിയിട്ടും പരസ്യമായി രംഗത്ത് വന്നൊക്കെ പറഞ്ഞാൽ അതിന് പിന്നിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന് ദൂരവ്യാപകമായി നമ്മളെ സംബന്ധിച്ച് ഗുണം ചെയ്യുന്നതാണ്. ഇവിടെ സംസാരിച്ച അവസരത്തിൽ എന്റെ സുഹൃത്ത് പറഞ്ഞല്ലോ 8.5 മണിക്കൂർ സംസാരിച്ചു എന്ന് യുഎന്നിലേക്ക് പ്രശ്നം എത്തിച്ചതാണ് നമ്മുടെ ഏറ്റവും വലിയ പാളിച്ച. 524 നാട്ടുരാജ്യങ്ങൾ സർദാർ പട്ടേൽ ഏറ്റെടുത്തു. എല്ലാം ഒരു പ്രശ്നമില്ലാണ്ട് ഗുരുതരമായ നമ്മുടെ തിരുവിതാംകൂറും അതുപോലെ ഹൈദരാബാദും ഒക്കെ ലയിപ്പിക്കാൻ സാധിച്ചു. പക്ഷേ നെഹ്റുജി അദ്ദേഹം ഏറ്റെടുത്ത ഒരെണ്ണം മാത്രമായിരുന്നു. അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ചു. അവിടെ തുടങ്ങി നമ്മുടെ പാളിച്ച. ഞങ്ങൾക്ക് കരിയപ്പയുടെ പുസ്തകം സെബാസ്റ്റ്യൻ പോൾ വായിച്ചിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ഞങ്ങൾക്ക് കരിയപ്പ പറഞ്ഞെന്താ 48-ൽ ഇന്ന് ആസാദ് കാശ്മീർ എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ പട്ടാളം മാർച്ച് ചെയ്ത് അങ്ങോട്ട് പോയപ്പം ആരാ നോ എന്ന് പറഞ്ഞത്? എന്തിനു വേണ്ടിയാ പറഞ്ഞത്? അപ്പൊ ഇതിലൊക്കെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല രാഷ്ട്രങ്ങൾ രൂപപ്പെടേണ്ടത്, മറിച്ച് നമ്മുടെ സംസ്കാരവും ഒരുമയെല്ലാം ആണ്
അതുകൊണ്ട് കാശ്മീർ നമ്മുടെ അവിഭാജ്യ ഘടകമാണ്, അതിൽ വിട്ടുവീഴ്ചയില്ല, ആ ശക്തമായ നിലപാടുണ്ടാവും. പക്ഷെ ഒരു യുദ്ധം പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് എടുത്തിയാടാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും സൈനിക നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. സൈനിക നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് താങ്കൾ വിലയിരുത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ ജർമ്മൻ ടി.വിയുടെ സൗത്ത് ഏഷ്യ എഡിറ്റർ PM നാരായണൻ കൂടി ചർച്ചയിൽ ചേരുന്നു. ശ്രീ PM നാരായണൻ, താങ്കൾക്കറിയാം കാർഗിൽ നുഴഞ്ഞുകയറ്റത്തെ നേരിട്ട സമയത്ത് വേണമെങ്കിൽ അതൊരു യുദ്ധമാക്കി മാറ്റാൻ ഇന്ത്യക്ക് കഴിയുമായിരുന്നു. അന്ന് ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ സ്വീകാര്യമായ സമാധാനത്തിൻ്റെതായ വഴി സ്വീകരിച്ചു. വലിയ തോതിൽ അതിന് പിന്തുണ ലഭിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലും രാജ്യത്തിന് ആ നിലയ്ക്കുള്ള ആദരവ് വിദേശ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന തരത്തിൽ നയതന്ത്ര നീക്കങ്ങളാണോ, അല്ലെ അത്തരം നീക്കങ്ങൾ നടത്തുന്നു എന്നാണോ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും കാർഗിൽ സമയത്ത് ഇന്ത്യ യുദ്ധം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. കൃത്യമായി തിരിച്ചടിച്ചിട്ടുണ്ട് അന്ന്. അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ കാർഗിൽ കഴിഞ്ഞ ഉടനെ തന്നെയാണ് മുഷറഫിനെ ആഗ്രയിലേക്ക് വിളിച്ച് വാജ്പേയി ചർച്ചകൾക്ക് തയ്യാറായത്. പക്ഷെ ആ ചർച്ചകൾക്കൊടുവിലാണ് വീണ്ടും പാർലമെന്റ് അറ്റാക്ക് ഉണ്ടായത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ പല വർഷങ്ങളായി ഒരു കൂടുകയും കുറയുകയും ചെയ്യുന്ന തരത്തിലുള്ള സാഹചര്യമാണ് നിലനിന്നിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം ഇപ്പോൾ ചിന്തിക്കേണ്ടത്, പാകിസ്ഥാന് 90കളിൽ ഉണ്ടായിരുന്ന ഒരു തരത്തിലുള്ള ലോകത്ത് ഉണ്ടായിരുന്ന സ്വാധീനം ഇന്ന് ഇല്ല എന്ന് കാണാം. അത് ലോകരാജ്യങ്ങൾ പാകിസ്ഥാനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് 90കളിൽ പാകിസ്ഥാൻ ആയിരുന്നു അഫ്ഗാനിസ്ഥാനിലും അതേപോലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഇത്തരത്തിൽ തീവ്രവാദത്തിന് കരുത്ത് കൊടുത്തിരുന്നത് എന്നത് ലോകരാജ്യങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ ആയിരുന്നു അവരുടെ കൂട്ടാളി. എന്നാൽ ഈ സാഹചര്യം 2000-ന് ശേഷം മാറിയിട്ടുണ്ട്. ഈ മാറിയ സാഹചര്യമാണ് ഇന്ത്യക്ക് ഇന്ന് അനുകൂലമാകുന്നത്. അതുകൊണ്ട് തന്നെ ഡിപ്ലോമാറ്റിക് പ്രഷറിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ന്. ലോകരാജ്യങ്ങളിൽ പലർക്കും പാകിസ്ഥാന്റെ തനിനിറം എന്താണെന്ന് അറിയാം. അമേരിക്കയും യൂറോപ്പും ഒന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക് തന്നെ, പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളെല്ലാം പാകിസ്ഥാനെതിരെ തുറന്ന നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അയൽ രാജ്യങ്ങളെ, സാർക്ക് റീജിയനിലുള്ള രാജ്യങ്ങളെ തന്നെ കൂട്ടി ചേർത്ത് ഇത്തരത്തിലുള്ള ഒരു കമ്പൈൻഡ് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അതിന് ലോകരാജ്യങ്ങളിൽ കൂടുതൽ അംഗീകാരം ലഭിക്കുമെന്നും ഈ തിരിച്ചറിവ് ഇന്ന് വളരെ പ്രകടമാണ്. അതാണ് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സമ്മർദ്ദത്തിന് ഇന്ത്യ മുതിരാനുള്ള ഒരു കാരണം. കഴിഞ്ഞ ദശകങ്ങളിൽ നിന്ന് മാറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഇതിന് ഇപ്പോൾ വിജയസാധ്യത വളരെ കൂടുതലാണ്. ശരി, അതാണ് അക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം. നയതന്ത്ര മാർഗങ്ങൾ ഫലം കണ്ടു തുടങ്ങുന്നു. ശ്രീ MP രാജേഷ്, അതുതന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. സാർക്ക് സമ്മേളനം ഇസ്ലാമാബാദിൽ നടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ നവംബർ 9, 10 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യ പങ്കെടുത്തേക്കില്ല. ബംഗ്ലാദേശും അതുപോലെ അഫ്ഗാനിസ്ഥാനും ആ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. മറ്റ് സാർക്ക് രാജ്യങ്ങളിൽ പലരും ഇന്ത്യയോട് കൂടി ചേർന്നേക്കാം. ചുരുക്കത്തിൽ പാകിസ്ഥാൻ്റെ ഒരു ഒറ്റപ്പെടൽ, ഈ സാർക്ക് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ തന്നെ പാകിസ്ഥാൻ്റെ ഒറ്റപ്പെടലിൻ്റെ സൂചനകൾ ഇന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയുടെ പ്രസ്താവന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രസ്താവന വന്നിട്ടുണ്ട്. ശക്തമായി പാകിസ്ഥാനെ എതിർക്കുകയാണ്, നിലപാട് തള്ളിപ്പറയുകയാണ്. ബ്രിട്ടൻ സമാനമായ നിലപാട് സ്വീകരിച്ചു. ഫ്രാൻസ്, ഇവരുടെയൊക്കെ പ്രസ്താവനകൾ വരുന്നുണ്ട്. ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പ്രസ്താവനകളാണ് ലോകരാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത്. ചുരുക്കത്തിൽ പാകിസ്ഥാനെതിരെ നടത്തുന്ന ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ആ നിലയ്ക്ക് ഒരു സ്വീകാര്യത ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് പറയാം, അല്ലേ? ഭീകരതയ്ക്കെതിരായി പൊതുവിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിലനിൽക്കുന്ന ശക്തമായിട്ടുള്ള വികാരമുണ്ട്. കാരണം ഇതിൽ പറഞ്ഞ പല രാജ്യങ്ങളും ഭീകരതയുടെ കെടുതികൾ അനുഭവിക്കുന്നവരാണ്. ഇതിന് ഉത്തരവാദികളാണ് അമേരിക്കയെങ്കിലും അമേരിക്ക ഇപ്പോൾ അതിൻ്റെ കെടുതി നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ലോകത്ത് ഭീകരതയെ, പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരതയെയും തീവ്രവാദത്തെയും പാലൂട്ടി വളർത്തിയവരാണ് അമേരിക്ക. ആരാണ് ബിൻ ലാദനെ റിക്രൂട്ട് ചെയ്ത് പരിശീലിപ്പിച്ചതെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ എങ്കിലും അമേരിക്ക ഇപ്പോൾ അതിൻ്റെ കെടുതികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഭസ്മാസുരന് വരം കൊടുത്ത സ്ഥിതിയിലാണ്. ഫ്രാൻസിൽ തുടർച്ചയായിട്ട് ഭീകരാക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബ്രിട്ടനും അത് ഒരു പരിധിവരെ ആ ഭീഷണി നേരിടുന്നുണ്ട്.
അപ്പോൾ ഈ ഭീകരതയുടെ കെടുതി നേരിടുന്ന ലോകരാജ്യങ്ങളെല്ലാം പൊതുവിൽ ഭീകരതയ്ക്കെതിരായി അതിൽ പാകിസ്ഥാൻ വഹിക്കുന്ന പങ്കിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഈ സാർക്ക് ഉച്ചകോടിയുടെ കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം വന്നിട്ടില്ല. ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും സാർക്ക് ഉച്ചകോടി ബഹിഷ്കരിക്കുകയാണെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യയുടെ നിലപാടിനൊപ്പം നിന്ന് ബഹിഷ്കരിച്ചാൽ തീർച്ചയായിട്ടും അത് പാകിസ്ഥാനെ മേഖലയിൽ ഒറ്റപ്പെടുത്താൻ ഇടയാക്കുന്ന ഒരു നടപടി തന്നെയായിരിക്കും. ഇവിടെ ഞാൻ ഒന്ന് രണ്ട് കാര്യം ശ്രീധരൻപിള്ള മുള്ളും മുനയും ഒക്കെ വെച്ച് ചില കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. അതൊന്ന് വിശദീകരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, ഈ കാശ്മീർ പ്രശ്നം അന്താരാഷ്ട്രവൽക്കരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് കാശ്മീർ പ്രശ്നം രാഷ്ട്രീയ പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാണ്. അദ്ദേഹം തത്വത്തിൽ അതിനോട് യോജിച്ചു, പിന്നെ പ്രയോഗത്തിലാണോ വിയോജിപ്പെന്ന് എനിക്ക് മനസ്സിലായില്ല. താത്വികമായിട്ട് അതിനോട് യോജിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാശ്മീർ പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ വളരെ ഗൗരവമായിട്ടൊരു പ്രശ്നം അദ്ദേഹം പറഞ്ഞു, ചിലർ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യുദ്ധത്തിൽ എന്ത് മനുഷ്യാവകാശമാണുള്ളത്? പാകിസ്ഥാനുമായിട്ട് ഉള്ള യുദ്ധം ഇപ്പോൾ നടന്നിട്ടില്ല, അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം എന്തിനെയാണ് യുദ്ധം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചത്? ജമ്മു കാശ്മീരിൽ പ്രതിഷേധക്കാർക്ക് നേരെയുള്ള പോലീസിൻ്റെ, അത് സൈന്യമല്ല, അവിടെ അർദ്ധസൈനികരാണ്, പാരാമിലിറ്ററിയാണ്, അവർ നടത്തുന്ന പെല്ലറ്റ് പ്രയോഗത്തെയാണോ അദ്ദേഹം യുദ്ധം എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? കാശ്മീരിലെ ജനങ്ങൾക്കെതിരായിട്ട് ഇന്ത്യൻ ഭരണകൂടം യുദ്ധം ചെയ്യുകയാണ് എന്നാണോ? BJP പോലും അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല പരസ്യമായിട്ട്. കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ശ്രീധരൻപിള്ള ഉപയോഗിച്ച വാക്കുകൾ എന്നെ അന്ധാളിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ. അപ്പോൾ കാശ്മീരിൽ പ്രതിഷേധമുണ്ടാകുന്നുണ്ട്, ആ പ്രതിഷേധക്കാരും അതിർത്തിക്കപ്പുറത്തു നിന്ന് വന്ന ഭീകരരും ഒരുപോലെയാണ് എന്ന സാമാന്യവൽക്കരണം അങ്ങേയറ്റത്തെ അബദ്ധമാണ് എന്നും കാണണം. അവിടെയാണ് അഭിപ്രായ വ്യത്യാസം വരുന്നത്. ഞങ്ങൾ പറയുന്നത് കാശ്മീരിലെ ജനങ്ങളുടെ പ്രതിഷേധത്തെ അത് പരിഹരിക്കാൻ, കാശ്മീർ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി എന്തിനു വേണ്ടിയിട്ടാണ്? പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ അത് ആവശ്യമാണ്. കാശ്മീരിലെ ജനങ്ങളെ കൂടെ നിർത്തുക പൂർണ്ണമായിട്ടും എന്നത്, അവരെ വിശ്വാസത്തിലെടുക്കുക എന്നത് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയാണ്. അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ കാശ്മീരിലെ പാകിസ്ഥാൻ്റെ ഇടപെടലുകളെ തടയാനും ഒറ്റപ്പെടുത്താനും അതാവശ്യമാണ്. അത് കേന്ദ്ര സർക്കാർ പോലും ആ വാദം തള്ളിക്കളയുന്നില്ല എന്ന് ഓർമ്മിക്കണം. നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സർവകക്ഷി സംഘം കശ്മീർ സന്ദർശനം നടത്തി തിരിച്ചു വന്ന ശേഷം പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയുടെ കാതൽ എന്താണ്? കാശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിന് അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതിനാവശ്യമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കണം. അതാണ് അതിൻ്റെ കാതൽ. അതിനോട് പൊതുവിൽ BJPയും കേന്ദ്ര സർക്കാരും ഒക്കെ യോജിച്ചിരിക്കുകയാണ്. പക്ഷെ അതിനനുസരിച്ച് നടപടികൾ തുറന്നുണ്ടായില്ല. അവിടെയാണ് അഭിപ്രായ വ്യത്യാസം വരുന്നത്. പക്ഷേ ഇവിടെ ശ്രീധരൻപിള്ള പറഞ്ഞപ്പോൾ ആ കാശ്മീർ പ്രശ്ന പരിഹാരം ഒരു അജണ്ടയേ അല്ല എന്ന നിലയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഞാനീ പറയുന്നത് കാശ്മീരിലെ ജനങ്ങളുടെ വിശ്വാസം നമുക്ക് ആർജിക്കാൻ കഴിയുക, അവരെ ഒപ്പം അണിനിരത്താൻ കഴിയുക എന്നത് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് ആവശ്യമാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്, എനിക്ക് തോന്നുന്നു ഈ പട്ടാളക്കാരെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. അതൊക്കെ തെറ്റായിട്ടില്ല. അതൊക്കെ വളരെ വളരെ ഞങ്ങൾ മാത്രമാണ് സൈനികരെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന ഒരു തരം വീരസ്യ പ്രകടനം മാത്രമാണ്. ആരാണ് ഇവിടെ സൈനികരുടെ ജീവത്യാഗത്തെക്കുറിച്ച് പറയാത്തത്? അല്ലെങ്കിൽ സൈനികരുടെ സംഭാവനകളെ വിലമതിക്കാത്തത് ആരാണ്? ആ വക സൈനികരുടെ രക്തസാക്ഷിത്വത്തെ വെച്ച് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് വളരെ വളരെ നിർഭാഗ്യകരമാണ്. സൈനികർ BJPയുടെ മാത്രം സൈനികരല്ല, അങ്ങനെ അവകാശപ്പെടുകയും ചെയ്യരുത്. ഇത് രാജ്യത്തിൻ്റെ ആകെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ രാജ്യത്തെ ആകെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പൊരുതി ഭരിച്ചിട്ടുള്ളത് സൈനികർ. ആ സൈനികർ രാജ്യത്തിൻ്റെ മുഴുവൻ അഭിമാനവുമാണ്. അപ്പം അതല്ലാത്ത തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് തന്നെ ഇത്തരമൊരു സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടാവേണ്ട യോജിപ്പിന് തടസ്സമാണ് ഇത്തരം സമീപനങ്ങളൊക്കെ. ശ്രീ PS ശ്രീധരൻപിള്ള, താങ്കൾ കേട്ട് കാണുമല്ലോ. അതിൻ്റെ കൂടി എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ റോയുടെയും സൈന്യത്തിൻ്റെയും പ്രാഥമിക അന്വേഷണത്തിൽ ഉറിയിൽ ഭീകരർക്ക് പ്രാദേശിക പിന്തുണ ലഭിച്ചിരുന്നു എന്നുകൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റങ്ങൾക്ക് സൈന്യത്തിൻ്റെ താവളങ്ങൾ ആക്രമിക്കാനുള്ള ഭീകരരുടെ ഗൂഢാലോചനയ്ക്ക് പ്രാദേശിക തലത്തിൽ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നതാണ്. അത് നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി കശ്മീരിൽ ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങൾ കൂടി ചേർത്ത് വെച്ച് വായിക്കേണ്ടുന്ന ഒരു സംഗതിയല്ലേ? വിജയകുമാർ ഇപ്പൊ പറഞ്ഞതാണ് എൻ്റെ സുഹൃത്ത് രാജേഷുള്ള മറുപടിയിൽ ഒന്ന്. കാരണം
ഇത്തരത്തിൽ പിന്തുണ നൽകുന്ന ആളുകളുണ്ടെങ്കിൽ അവരും യഥാർത്ഥത്തിൽ ശത്രുരാജ്യമായ പാകിസ്ഥാനോ അല്ലെങ്കിൽ ഭീകരവാദികളോ അതിർത്തി കടന്നു വരുന്ന ഭീകരവാദികളെ പോലെ യുദ്ധത്തിന് വിധേയരായേണ്ട ആളുകളാണ്. ആ സമീപനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്നെ കണ്ടാൽ കണ്ണം കെട്ടും തോന്നുമെന്നുള്ള സംശയം രാജേഷ് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറയാം, ഒറ്റ കാര്യം മാത്രം. എന്താ അടിസ്ഥാനപരമായിട്ട് കാശ്മീരിലെ ജനങ്ങൾക്കോ അല്ലെ നമ്മൾ ആ വാലിയിലെ ജനങ്ങൾക്കോ എതിരായിട്ടല്ല അവരെ ശത്രുക്കളായി നമ്മൾ കാണുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ത്യയുടെ പരമാധികാരം, സോവർണിറ്റി ഓഫ് ദ നേഷൻ. ആ സോവർണിറ്റിയെ ചോദ്യം ചെയ്യുന്ന ശക്തികളുണ്ട്. ആ സോവർണിറ്റിയെ ചോദ്യം ചെയ്യുന്ന ശക്തികൾ ഇപ്പം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കാണാൻ വേണ്ടി പോയി, സർവകക്ഷി സംഘത്തിൽ ചെന്നപ്പോൾ പോയി. അവിടെ ചെന്നപ്പോൾ ഗേറ്റ് അവർ തുറന്നു കൊടുത്തില്ല, അകത്തേക്ക് കടത്തിയില്ല, തിരിച്ചു പോരേണ്ടി വന്നു. ആ ശക്തികൾ അവരുടെ അടിസ്ഥാന സ്വഭാവം എന്താ? വി കാൻഡ് അക്സെപ്റ്റ് ഇന്ത്യൻ സോവർണിറ്റി, ഇന്ത്യയുടെ പരമാധികാരം അംഗീകരിക്കില്ല. അപ്പൊ പരമാധികാരം അംഗീകരിക്കാത്ത ആളുകളുമായിട്ട് ചർച്ചയ്ക്ക് പോകുന്നത്, ആ ചർച്ച അവരുമായിട്ട് അത് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഞങ്ങളതിനെ എതിർത്തത്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പോയി തിരിച്ചതുപോലെ പോരേണ്ടി വന്നില്ലേ? അതുകൊണ്ട് ഷട്ടനോട് ഷട്ട് എന്ന നിലപാട് അത്തരം ആളുകളോട് വേണം. അതിനർത്ഥം കാശ്മീരിലെ വാലിയിലുള്ള PDPയുടെ സപ്പോർട്ടേഴ്സ് അവർ ഭൂരിപക്ഷവും അവരൊക്കെ രാജ്യദ്രോഹികളാണ്, അവരെ അടിച്ചമർത്തണം എന്ന് ഞങ്ങളാരും പറയുന്നില്ല. പക്ഷെ അതിന് കടന്നു വരുന്ന ഭീകരവാദം യുദ്ധപരിസ്ഥിതി തന്നെയാണ്, അൺഡിക്ലെയർഡ് വാർ അഗൻസ്റ്റ് ഇന്ത്യയാണ്. അതിനെ ആ നിലയ്ക്ക് നേരിടണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരിക്കലും CPM-നെ അങ്ങനെയൊന്നും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. നമുക്കെല്ലാം യോജിച്ചു നിന്നുകൊണ്ട് ഈ പ്രശ്നം നേരിടണം. അതിനുള്ള വിശാല കാഴ്ചപ്പാടുണ്ടാകണം. രാഷ്ട്രീയമായി കമ്പാർട്ട്മെന്റൈസ് ചെയ്തിട്ട് ഈ പ്രശ്നത്തെ കാണുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അതിഥികളിലേക്ക് വേഗത്തിൽ മടങ്ങി വരാം. ഈ ഘട്ടത്തിൽ ഒരു ചെറിയ ഇടവേള ആവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. എഡിറ്റേഴ്സ് അവർ തുടരുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ UN ജനറൽ അസംബ്ലിയുടെ സമ്മേളനം നടക്കുന്നു. 13 മുതൽ 26 വരെ ആണ് സമ്മേളനം. ഈ സമ്മേളന വേദി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ നടപടികളിലേക്ക് ഇന്ത്യ കടക്കാത്തതും ഐക്യരാഷ്ട്രസഭയുടെ ഈ കാലം, ആ സമ്മേളന കാലം അതിനിർണായകമായതുകൊണ്ട് തന്നെയാണ്. ആ സമ്മേളന വേദിയെ, ജനറൽ അസംബ്ലിയെ എങ്ങനെ ഉപയോഗിക്കാൻ ഇന്ത്യക്ക് കഴിയും? സുഷമ സ്വരാജ് അവിടെ ഏതൊക്കെ തരത്തിൽ ഇടപെടൽ നടത്തുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഇപ്പോൾ വിജയകുമാർ പറഞ്ഞത് ശരിയാണ്. ഇന്ത്യക്കൊരു സൈനികമായ ഇടപെടൽ നടത്തുന്നതിന് പറ്റിയ സമയമല്ല. UN ജനറൽ അസംബ്ലി സമ്മേളിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിയുമ്പോഴേക്കും കാശ്മീർ ആ ഭാഗത്തൊക്കെ കാലാവസ്ഥ പ്രതികൂലമായി മാറും. പക്ഷേ ഒരു അന്താരാഷ്ട്ര വേദി നോക്കിയപ്പോൾ തുറന്നു കിട്ടിയിരിക്കുകയാണ്. എല്ലാ ലോകരാഷ്ട്രങ്ങളുടെയും തലവന്മാർ അവിടെ ഉണ്ടാകും. അവിടെ ഈ വിഷയം ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിന് ഇപ്പോൾ നമുക്ക് അനുകൂലമായി ലോകരാഷ്ട്ര സമുച്ചയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു നിലപാടുണ്ടല്ലോ. ആ നിലപാട് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനൊക്കെ അത് സഹായകമായി തീരും. പക്ഷേ ഇവിടെ വിഷയം അതല്ല. ഇതെല്ലാം ഉണ്ടായാലും പാകിസ്ഥാൻ നമ്മോട് കാണിക്കുന്ന ഈ അതിക്രമങ്ങൾ, നമ്മെ അലോസരപ്പെടുത്തുന്ന രീതിയിലുള്ള ചില ഇടപെടലുകൾ, ഇതെങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. ആ വിഷയത്തിൽ ഒരു അന്താരാഷ്ട്ര ഇടപെടൽ അല്ലെങ്കിൽ സമ്മർദ്ദം പാകിസ്ഥാന് മേൽ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. അവിടെയാണ് വിഷയമുള്ളത്. ഇത് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ പല കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ ചർച്ചയിൽ വളരെ ഉത്കണ്ഠാജനകമായ, ആശങ്കാജനകമായ ഒരു പ്രസ്താവന ഞാൻ കേട്ടത് ശ്രീധരൻപിള്ളയിൽ നിന്നാണ്. യുദ്ധത്തിൽ എന്ത് മനുഷ്യാവകാശങ്ങളെന്ന്. അദ്ദേഹം അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. വാർ ക്രൈംസ്, ന്യൂറംബർഗ് ട്രയൽ, ഇതൊക്കെ അറിയാത്ത ആളല്ലല്ലോ ശ്രീധരൻപിള്ള. യുദ്ധം ചെയ്യുമ്പോൾ, പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യുമ്പോൾ പോലും പാലിക്കേണ്ടതായ പല മര്യാദകളും ജനീവ കരാറിലും മറ്റു പലതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ വന്നു. കാശ്മീരിൽ ആ അതിർത്തിയിലെ ജനങ്ങൾ നമുക്കെതിരാണ്, ഇന്ത്യൻ സൈന്യത്തിനെതിരാണ്. അതുകൊണ്ടാണ് അവർ പാകിസ്ഥാനെ സഹായിക്കുന്നത്. അതെന്തുകൊണ്ട് സംഭവിച്ചു? ഇന്ത്യൻ ജനതയെ ശത്രു രാജ്യത്തെ ജനങ്ങളായി കാണുന്ന ഒരു മനോഭാവം ഇന്ത്യൻ പട്ടാളത്തിനുണ്ടായിട്ടുണ്ട്. അതിനെയാണ് ഞങ്ങളൊക്കെ എതിർത്ത് പോന്നിട്ടുള്ളത്. അതായത് ഞങ്ങളിതൊരു ഒരു കപടമായ മനുഷ്യാവകാശ സ്നേഹം മാത്രമല്ല, ഇന്ത്യൻ ജനതയെ എപ്രകാരമാണോ നമ്മുടെ സ്വന്തം പട്ടാളം കൈകാര്യം ചെയ്യേണ്ടത്, സമീപിക്കേണ്ടത്, ആ രീതിയിലുള്ള സമീപനം അല്ല അവിടെ കാണുന്നത്. ബുള്ളറ്റുകളും പെല്ലറ്റുകളും ഒക്കെ പ്രയോഗിക്കുമ്പോൾ നിസ്സഹായരായ എത്രയോ പേർ അപകടത്തിൽപ്പെടുന്നുണ്ട്. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന്, നമ്മുടെ മണ്ണ് സംരക്ഷിക്കുന്നതിന്, നമ്മുടെ അതിർത്തി കാക്കുന്നതിന്, നമ്മുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെടുന്ന ഇന്ത്യൻ സൈന്യം അവർ ചെയ്യേണ്ടത് എങ്ങനെ എന്ന കാര്യത്തിൽ അവർക്ക് വ്യക്തമായ ധാരണ വേണം. അതുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഈ സമൂഹത്തിന് മുമ്പാകെ
ഈ വിഷയം, ഈ പ്രശ്നവും പ്രതിസന്ധിയും നമുക്ക് അവതരിപ്പിക്കാം. അതോടൊപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള പരിഹാരം അത് നമ്മൾ തന്നെ കണ്ടെത്തുകയും വേണം. ബ്രിഗേഡിയർ ജിയാസി നായർ, ഇപ്പോൾ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഓരോ മണിക്കൂറും. നമുക്കറിയാം, ഒരു മാസം കൂടി കഴിഞ്ഞാൽ കാലാവസ്ഥ മോശമാകും. ഏതെങ്കിലും ഉള്ള സൈനിക നടപടിക്ക് ആ മേഖലയിൽ സാധ്യത വലിയ തോതിൽ കുറഞ്ഞു വരികയും ചെയ്യും. കാലാവസ്ഥ പ്രതികൂലമാണ്. കാര്യമായ നീക്കങ്ങൾ നടത്താൻ കഴിയാത്ത തരത്തിൽ അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സ്വാഭാവികമായും രാഷ്ട്രീയ നേതൃത്വം വളരെ വേഗത്തിലൊരു തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കണം. ഇപ്പോൾ അതിർത്തിക്കപ്പുറത്തുള്ള അല്ലെങ്കിൽ പാക് അധീന കശ്മീരിലെ ഭീകരവാദ ക്യാമ്പുകൾ ആക്രമിക്കുകയാണ് വേണ്ടതെങ്കിൽ അത് തീരുമാനം വേഗത്തിലുണ്ടാകണം. അതിന് അധിക നാൾ കാത്തിരിക്കാൻ കഴിയില്ല. തന്നെയുമല്ല, അത് നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ, പരസ്യ ചർച്ചകളൊക്കെ നടക്കുന്നു. പാകിസ്ഥാൻ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു. ആ നിലയ്ക്കൊക്കെ നിർണായകവുമാണ് ഇനിയുള്ള എല്ലാ മണിക്കൂറുകളും. അതുകൊണ്ട് സൈന്യത്തിന് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് എന്തൊക്കെയോ ചിലത് പറയാനുണ്ടാവില്ലേ? അതവർ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുമുണ്ടാവില്ലേ? തീർച്ചയായും സൈന്യത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം ഇതിനകം അറിയിച്ചു കാണും. പിന്നെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഏതെങ്കിലും ഒരു അറ്റാക്കോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ക്ലൈമാറ്റിക് കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലൈമറ്റ് മോശമായിരുന്നാൽ അത്രയും ഡിഫിക്കൽറ്റി ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം കൂടെ നമ്മൾ അതിൽ അറിയേണ്ടത്, നമ്മൾ പോകുന്ന സ്ഥലത്ത് ക്ലൈമറ്റ് മോശമാണെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരൊക്കെ ഈ ക്ലൈമറ്റ് അതുപോലെ മോശമാണ്. അപ്പം നമുക്ക് മാത്രമല്ല മോശം. അതുകൊണ്ട് ഈ ഒരു മാസത്തിനകത്തോ ഒരാഴ്ചക്കകത്തോ ഇത് നടക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് അത്ര ശരിയല്ല. അതിനുള്ള സമയവും സൗകര്യവും ഒക്കെ നോക്കി വേണം ചെയ്യാൻ. ഒന്ന്. രണ്ടാമത്, എന്താണ് ഈ ക്രോസ് ബോർഡർ ടെററിസം എന്ന് പറഞ്ഞാൽ? അത് ഈ ഡയറക്റ്റായിട്ട് ഒരു സ്ഥലത്ത് പോയി നമുക്ക് അറ്റാക്ക് ചെയ്യാൻ ഒക്കാതെ വരുന്ന സമയത്താണ് ഈ ക്രോസ് ബോർഡർ ടെററിസം പോലുള്ള പരിപാടികൾ തുടങ്ങി വയ്ക്കുന്നത്. കാരണം അപ്പോൾ ഒരു നുഴഞ്ഞു കയറ്റത്തിൽ കൂടെയോ അല്ലെങ്കിൽ അവരുടെ മൊറാൽ, എതിരായിട്ടുള്ള പാർട്ടികളുടെ മൊറാൽ ഡൗൺ ആക്കാനോ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്രോസ് ബോർഡർ ടെററിസം സാധാരണ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നത് തന്നെ നമുക്കൊരു അപ്പർ ഹാൻഡ് തന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഡയറക്റ്റായിട്ട് ഒരു രാഷ്ട്രത്തിനും ആക്രമിക്കാൻ ഒക്കില്ല എന്നുള്ള ഒരു കണ്ടീഷൻ ആസ് ആൻ ടുഡേ അതിപ്പം ഒരു പ്രിവെയിലിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രിവെയിലിംഗ് കണ്ടീഷനിൽ ഈ ക്രോസ് ബോർഡർ ടെററിസം ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ സ്ഥലം പിടിക്കാനോ വേണ്ടിയിട്ടുള്ള ഇതല്ല നമ്മൾ ആലോചിക്കുന്നത്. പാകിസ്ഥാനിൽ ഈ ക്രോസ് ബോർഡർ ടെററിസത്തിന് കൊടുക്കുന്ന ട്രെയിനിങ്ങും അവർക്ക് ചെയ്യുന്ന സപ്പോർട്ടും അതെങ്ങനെ നമുക്ക് ഉടയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ തുടച്ചു നീർക്കാൻ പറ്റും എന്നുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ക്രോസ് ബോർഡർ ടെററിസം കൊണ്ട് അത് കുറച്ചുകൂടെ ഉള്ളിലോട്ട് വന്ന് നമ്മുടെ രാജ്യത്തിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ലോക്കൽ പോപ്പുലേഷന് ചിലപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചെന്ന് വരും. പക്ഷേ ഇതുപോലെ ബോർഡർ സ്ഥലത്തുള്ള ഇതിൽ വലിയ സപ്പോർട്ടൊന്നും അവർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ബോർഡർ ക്രോസ് ചെയ്ത ഉടനെ നമ്മുടെ സോൾജേഴ്സും അവിടെ നിൽക്കുകയാണ്. പിന്നെ ഇതെന്താ ഇങ്ങനെ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ സമയത്തിൻ്റേത്. ഒന്ന്, ഈ എല്ലാ സ്ഥലത്തും ആർമിയോ BSFനെ പിടിച്ച് നിർത്തി ലൈനാക്കി നിർത്തിയിട്ട് അവരെ ഇൻഫിൽട്രേഷൻ നമുക്ക് തടയാൻ പറ്റില്ല. അപ്പോൾ ഈ ആർമിയോ BSFോ ചെയ്യുന്നത് ഒരു സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അതിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങൾ വീക്ഷിക്കുക എന്നുള്ളതും തൊട്ടടുത്തുള്ള നമ്മുടെ ആളുമായിട്ട് ഒരു കോണ്ടാക്റ്റ് വെച്ച് നമ്മുടെ സോൾജേഴ്സുമായിട്ട് ഒരു കോണ്ടാക്റ്റ് വെച്ച് ആ ഏരിയ കവർ ചെയ്യുകയും എന്നുള്ളതാണ്. അല്ലാതെ അത് 24 hours അല്ലാതെ എല്ലാ പോയിന്റുകളും നമുക്ക് ആർമിയോ BSFനെ പിടിച്ച് നിർത്തിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാകും. ഒരു വീഴ്ചയാണെന്ന് സമ്മതിക്കുന്നുണ്ട്. ഈ വീഴ്ച ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു ഇവിടെ ഈ പത്താൻകോടും. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ സർമൗണ്ട് ചെയ്യണം, സർപ്പാസ് ചെയ്യണം എന്നുള്ള ഒരു ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഈ ഡിപ്ലോമാറ്റിക് ഇത് നേരത്തെ പറഞ്ഞതുപോലെ അതിൽ അവരെ ഒറ്റപ്പെടുത്താൻ നോക്കണം. ഒറ്റപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ് അവർ. അതൊരു വളരെ എൻകറേജിങ് ആസ്പെക്റ്റാണ്. രണ്ടാമത് ഇതുപോലെ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തി അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുള്ള ആൾക്കാരെ തുടച്ചു നീക്കാൻ
അതായത് ഈ ക്രോസ് ബോർഡർ ടെററിസത്തിന് കൊടുക്കുന്ന ട്രെയിനിങ്ങും അവരുടെ കിട്ടുന്ന വെപ്പൺസിനും തുടച്ചു നീക്കാനുള്ള ഒരു ഇത് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ അത് ഉണ്ടാകണം. ഉണ്ടായിക്കഴിഞ്ഞിരുന്നാൽ നമുക്ക് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് ഒരു കാര്യം. രണ്ടാമത് ഈ അവിടുന്ന് ഇപ്പോൾ ട്രെയിൻ ചെയ്ത് വരുന്ന ആൾക്കാർ എന്തൊക്കെ വെപ്പൺസാണ് കൊണ്ടുവരുന്നത്, എന്തൊക്കെ ഡിസ്ട്രക്റ്റീവ് സാധനങ്ങൾ അവരുടെ കയ്യിലുള്ളതെന്ന് നമുക്കിപ്പോഴും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഊറിയിൽ നടന്നതുപോലെ അവർ വന്ന് കുറേ ഗ്രനേഡങ്ങ് ഫയർ ചെയ്തു. അത് നമ്മുടെ ദൗർഭാഗ്യവശാൽ അത് ഒരു യൂണിറ്റ് പോയി വേറൊരു യൂണിറ്റ് വരുന്ന സമയത്തായിരുന്നു അത്. അങ്ങനെ ഒരു ഹാൻഡിങ് ഓവർ ടേക്കിംഗ് ഓവർ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചില വിട്ടുവീഴ്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഉണ്ടാകാൻ പാടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് അവിടെ സംഭവിക്കുകയും ചെയ്തു. പഠാൻകോട്ടിലും സമാനമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അവിടെയും ഇതേ സ്വഭാവം തന്നെയായിരുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നോ ഫസ്റ്റ് യൂസ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺ എന്ന് ഇന്ത്യ ലോകരാഷ്ട്രങ്ങളോട് പൊഖ്രാൻ സ്ഫോടനത്തിൻ്റെ അല്ലെങ്കിൽ പരീക്ഷണത്തിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഉപരോധമൊക്കെ വന്ന സമയത്ത് നമ്മൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ പാകിസ്ഥാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല യുദ്ധമുണ്ടായാൽ ഞങ്ങൾ ആദ്യം ആണവായുധം ഉപയോഗിക്കുമെന്ന് പറയുന്ന അങ്ങേയറ്റം അപകടകാരിയായ ഒരു അയൽക്കാരനോടാണ് നമ്മൾ ഏറ്റുമുട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏറ്റുമുട്ടലിൻ്റെ വക്കോളം കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ അഗ്നിയും പൃഥ്വിയും പോലെ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളൊക്കെ നമ്മുടെ ആയുധശേഖരങ്ങളിൽ ഉണ്ടാകാം. പാകിസ്ഥാനും അതിന് സമാനമായ ആയുധങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ ഒരു ഭീകര ക്യാമ്പുകൾ ആക്രമിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അതൊരു പൂർണ്ണതോതിലുള്ള യുദ്ധമാകാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. ആ സാധ്യത അങ്ങനെ തന്നെ നിൽക്കുന്നു. സ്വാഭാവികമായും ഇപ്പോൾ ഭരണാധികാരികൾ അല്ലെങ്കിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആഗോളതലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുകയും അതിനുശേഷം ഈ ക്യാമ്പുകൾ തകർത്ത് പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകൾ മാത്രം ആക്രമിക്കുന്നു, അങ്ങനെ ഇന്ത്യ ഈ മേഖലയിലെ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നും വരുത്തി തീർക്കുക, അല്ലെങ്കിൽ ആ ഒരു സന്ദേശം കൊടുക്കാനായിരിക്കുമോ ഇപ്പോൾ ശ്രമിക്കുക? അത് 1971 പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ പകുതി മുറിച്ച് മാറ്റിയ രാജ്യമാണ് ഇന്ത്യ. പാകിസ്ഥാൻ അതൊന്നും പെട്ടെന്ന് മറക്കാനിടയില്ല. നമുക്ക് ഒരു യുദ്ധത്തിലും നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലും പാകിസ്ഥാന് ഇന്ത്യക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാനോ ജയിക്കാനോ കഴിഞ്ഞിട്ടില്ല. അതെല്ലാം വളരെ സത്യമായ കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പോഴുള്ള ഒരു പ്രത്യേകത, പാകിസ്ഥാന് ആണവായുധമുണ്ട്, ഇന്ത്യക്കും ആണവായുധമുണ്ട്. ഇന്ത്യ ആദ്യം അത് പ്രയോഗിക്കില്ല എന്ന് പരസ്യമായി ലോകരാഷ്ട്രങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ അങ്ങനെ ഉറപ്പ് ആർക്കും കൊടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ ആണവായുധം ഇന്ത്യക്ക് തന്നെ പ്രയോഗിക്കും എന്നല്ല. അങ്ങനെ പ്രയോഗിച്ചാൽ ആര് ആദ്യം എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. കാരണം രണ്ടുപേർക്കും അത് പ്രയോഗിക്കേണ്ടി വരും. അതിൻ്റെ കോൺസിക്വൻസ് ഒക്കെ നമുക്കറിയാം, എന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഒരു ആണവയുദ്ധത്തിലേക്ക് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം മാറും എന്ന് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ പാകിസ്ഥാൻ എന്നത് മര്യാദയില്ലാത്ത രീതിയിൽ അവർ വല്ലതും ചെയ്യും. മര്യാദയില്ലാത്ത പ്രവർത്തിക്കുന്ന ഒരു അയൽക്കാരനോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നാണ് വിഷയം. അവിടെ നമുക്ക് നമ്മുടെ മര്യാദകൾ, നമ്മുടെ ഭരണഘടനാപരമായ മൂല്യങ്ങൾ, നമ്മുടെ നിലപാടുകൾ, അതിനൊന്നും വലിയ തോതിൽ വിട്ടുവീഴ്ച നടത്തിക്കൊണ്ട് നമുക്കൊരു അയൽ രാജ്യത്തെ മെരുക്കിയെടുക്കാൻ കഴിയില്ല. അയൽ രാജ്യത്തിന് വേദന ഉണ്ടാകുന്ന രീതിയിൽ പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ അത് യുദ്ധമോ ആണവായുധ പ്രയോഗമോ ഒന്നുമല്ല. അല്ലാതെയും പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ട്രേഡ്, വ്യാപാരം തന്നെ വലിയൊരു വിഷയമല്ലേ. പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ തന്നെ പാകിസ്ഥാൻ അല്പം നോവും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പാകിസ്ഥാനെ നമുക്ക് ഒറ്റപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ തന്നെ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശൊക്കെ നമ്മോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാനെ ഈ മേഖലയിൽ ഒറ്റപ്പെടുത്തി അതൊക്കെ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഏതൊരു ഓപ്ഷനാണ് കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ ഒരു വ്രണപ്പെട്ട അഭിമാനം അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിലാണ് നമുക്ക് വ്യക്തത ആവശ്യമുള്ളത്. ശ്രീ എം പി രാജേഷ്, ഇപ്പോൾ പാകിസ്ഥാൻ എല്ലാ ഘട്ടത്തിലും ഉന്നയിക്കുന്നത് കശ്മീരിൽ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു ഇന്ത്യൻ സേന അല്ലെങ്കിൽ നമ്മളുടെ പാരാമിലിറ്ററി ഫോഴ്സസ് ആ നിലയിൽ അവിടെ പെരുമാറുന്നു എന്നതാണ്. ഇപ്പോൾ UN ജനറൽ അസംബ്ലിയിലും നവാസ് ഷെരീഫ് അതുതന്നെ പറയാൻ തയ്യാറെടുത്ത് അതിന് ഹോംവർക്ക് ചെയ്താണ് പോയിരിക്കുന്നത്. അതിന് വേണ്ട കുറേ കാര്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തിരിച്ചു പറയാൻ ഒരു ബലൂചിസ്ഥാനുണ്ട്, അല്ലെങ്കിൽ സിന്ധുണ്ട്. ആ നിലയിൽ നമ്മളും തയ്യാറായാണ് പോയിരിക്കുന്നത്.
ബലൂചിസ്ഥാന്റെ കാര്യത്തിൽ ഇന്ത്യ പ്രത്യേക താല്പര്യം എടുത്തു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ അവരുടെ വികാരങ്ങൾ പുറത്ത് എത്തിക്കുന്നതിന് വേണ്ടുന്ന എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നു. നമ്മളത് സമ്മതിച്ച് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ നിലയിൽ ബലൂചിസ്ഥാൻ ഇന്ത്യക്ക് ഒരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ഘട്ടത്തിൽ കഴിയുമോ? ഇപ്പോൾ പാകിസ്ഥാന് എതിരെയുള്ള ഈ നയതന്ത്ര നീക്കങ്ങളിൽ ബലൂചിസ്ഥാൻ ഒരു ഘടകമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്ത്യക്ക് കഴിയുമോ? അപ്പോൾ ഭുക്തിയുടെ രാഷ്ട്രീയ അഭയം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം അതിന് ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയത്തിന് ശ്രമിക്കുകയാണ്. അതിന് ഇന്ത്യൻ ഗവൺമെൻറ്റുമായി അനൗദ്യോഗിക ചർച്ചകൾ തുടങ്ങി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി അല്ലെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകമായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ? പാകിസ്ഥാൻ കാശ്മീരിലെ പ്രശ്നത്തെ ഉയർത്തുന്നതിന് കാശ്മീരിൽ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം പാകിസ്ഥാൻ ഉന്നയിക്കുന്നതിനെ നമ്മളൊരിക്കലും അംഗീകരിക്കാറില്ല. കാരണം ഇത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണ്. കാശ്മീരിലെ പ്രശ്നം, ആ ആഭ്യന്തര പ്രശ്നത്തിലുള്ള പാകിസ്ഥാൻ്റെ ഇടപെടലിനെ നമ്മൾ അംഗീകരിക്കാറില്ല സാധാരണഗതിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ബലൂചിസ്ഥാൻ്റെ പ്രശ്നം ഉന്നയിക്കുന്നതിലും അത്തരം പരിമിതികൾ നമുക്കുണ്ടാവും. ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നത്തിൽ പാകിസ്ഥാൻ ഇടപെടാൻ പാടില്ല എന്ന നിലപാട് എടുക്കുമ്പോൾ ആ നിലപാടിന് ധാർമ്മികമായിട്ടുള്ള ബലം വേണമെങ്കിൽ തിരിച്ചും ആഭ്യന്തര പ്രശ്നം നമ്മൾ ഉന്നയിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടാവില്ല. പ്രശ്നം ഭീകരതയുടെ പേരിൽ തന്നെ പാകിസ്ഥാനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ നയതന്ത്രപരമായിട്ട് സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭീകരത തന്നെയാണ് പ്രശ്നമായിട്ട് ഉയർത്തേണ്ടത്. പാകിസ്ഥാൻ ഭീകരതയുടെ ഒരു താവളമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് ലോകത്തിനാകെ ഏറെക്കുറെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇന്ത്യ തീർച്ചയായിട്ടും ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്നാണ് തോന്നുന്നത്. അതല്ലെങ്കിൽ പകരത്തിന് പകരമെന്ന നിലയിലായിരിക്കും അതുണ്ടാവുക. കാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനം പാകിസ്ഥാൻ ഉയർത്തുന്നത് എങ്ങനെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിലുള്ള ഇടപെടലായിത്തീരുമോ അതുപോലെ തന്നെ ആഭ്യന്തര കാര്യത്തിലുള്ള ഇടപെടലായിത്തീരും മറ്റത്. എന്നാൽ ഭീകരത എന്നത് നമുക്ക് ഉന്നയിക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പത്താൻകോട്ട് മുതൽ ഉറി വരെയുള്ള ആക്രമണങ്ങൾ, നേരത്തെ മുംബൈ ആക്രമണം, ഇങ്ങനെ പാകിസ്ഥാനെതിരായിട്ടുള്ളൊരു കുറ്റപത്രം നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നതാണ്. അത് തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇനി നേരത്തെ ശ്രീധരൻപിള്ള പോയോന്ന് എനിക്കറിഞ്ഞുകൂടാ, അദ്ദേഹം വീണ്ടും വളരെ സങ്കുചിതമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉന്നയിച്ചു. ഇപ്പോൾ ഉറിയിൽ തദ്ദേശീയമായിട്ടുള്ള ചില പിന്തുണ കിട്ടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കാശ്മീർ താഴ്വരയിലെ മുഴുവൻ ആളുകളും ഭീകരരെ സഹായിക്കുന്നവരാണെന്നല്ല. ഇപ്പോൾ ഭീകര സംഘടനകൾക്ക് സ്ലീപ്പർ സെല്ലുകൾ കാശ്മീരിൽ പലയിടത്തും ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. തീർച്ചയായിട്ടും അവർക്ക് പ്രാദേശികമായിട്ടുള്ള നെറ്റ്വർക്കുകളുമുണ്ട്. അതിനർത്ഥം ഈ താഴ്വരയിലെ ജനങ്ങളാകെ ഭീകരർക്കൊപ്പം നിൽക്കുന്നവരാണ് എന്നുള്ളതല്ല. അതവിടെ പോയിട്ടുള്ള മാധ്യമപ്രവർത്തകർ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര മാധ്യമപ്രവർത്തകർ മുഴുവൻ ഒരു വിഭാഗം ഈ തീവ്രവാദ അല്ലെങ്കിൽ വിഘടനവാദ നിലപാടുകളോട് അനുഭാവം പുലർത്തുന്നവരുണ്ടെങ്കിലും വലിയൊരു വിഭാഗം അങ്ങനെയുള്ളവരല്ല. വലിയൊരു വിഭാഗം പാകിസ്ഥാനൊപ്പം ചേരുന്നതിനെ എതിർക്കുന്നവരാണ് കാശ്മീർ താഴ്വരയിലുള്ളത്. ഇതൊന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലായില്ലെന്ന് നടിച്ച് കാശ്മീർ താഴ്വരയിലുള്ളവരെ മുഴുവൻ ശത്രുക്കളായിട്ട് കണക്കാക്കുകയും അവരെല്ലാം യുദ്ധത്തിന് വിധേയരായി തീരേണ്ടി വരികയാണ് എന്നൊക്കെയുള്ള വളരെ സ്തോഭജനകമായിട്ടുള്ള വാക്കുകളാണ് ഇവിടെ ശ്രീധരൻപിള്ള ഉപയോഗിച്ചത്. അതൊക്കെ അങ്ങേയറ്റം അപക്വമായിട്ടുള്ള സമീപനമാണ്. കേന്ദ്ര സർക്കാരിന് പോലും പരസ്യമായിട്ട് അങ്ങനെ ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ചരിത്രപരമായൊരു പശ്ചാത്തലം കൂടി നോക്കണം. നമ്മൾ കാശ്മീർ പ്രശ്നം ഇപ്പോൾ ഉണ്ടായതല്ലല്ലോ. എന്താ ചരിത്രപരമായ പശ്ചാത്തലം? 47 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ അന്ന് ജമ്മു കാശ്മീരിൽ ഭരിച്ചിരുന്ന മഹാരാജ ഹരി സിംഗ്, അദ്ദേഹം ഇന്ത്യയുടെ കൂടെ ചേരാനല്ല തീരുമാനിച്ചത്. ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. ഹരി സിംഗ് കാശ്മീർ പ്രത്യേക സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കണമെന്നാണ് സ്വീകരിച്ചത്. ഹരി സിംഗിനോട് ആർക്കാ താല്പര്യമൊന്നും ഞാൻ പ്രത്യേകം ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആർക്കായിരുന്നു താല്പര്യം അന്നുണ്ടായിരുന്നത് എന്നുള്ളത്. എന്നാൽ കാശ്മീർ താഴ്വരയിലെ ജനങ്ങളാണ് പാകിസ്ഥാനിൽ നിന്നുള്ള റൈഡേഴ്സിനെ ചെറുത്തത്. നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയേഴ്സ് എന്നുള്ള ആക്രമണകാരികളെ ചെറുത്തത് കാശ്മീർ താഴ്വരയിലെ ജനങ്ങളാണ്. അതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഷെയ്ഖ് അബ്ദുള്ളയെ പോലുള്ള ആളുകൾ. അവിടെ ഇന്ത്യൻ സൈന്യം എത്തിയാണ് കാശ്മീർ താഴ്വരയിലെ ജനങ്ങളെ കൊപ്പം നിന്ന് പൊരുതിയാണ് ഈ പാകിസ്ഥാനിൽ നിന്നുള്ള അക്രമകാരികളെ തുരത്തിയത്. അങ്ങനെ ഗത്യന്തരമില്ലാതെ വരുന്ന ഘട്ടത്തിലാണ് ഹരിസിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നീട് ഇന്ത്യയിൽ ചേരാൻ നിർബന്ധിതമായി തീരുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാലോചിക്കണം. ആദ്യം അദ്ദേഹത്തിന് നിലപാട് ഇന്ത്യയിൽ ചേരണമെന്നായിരുന്നില്ല. എന്നാൽ ആ ഘട്ടത്തിലും ഇന്ത്യയോടൊപ്പം ചേരണമെന്ന നിലപാട് സ്വീകരിച്ചവരാണ് കാശ്മീർ താഴ്വരയിലെ ജനങ്ങൾ. പിന്നീട് എങ്ങനെ അവിടെ ഒരു വിഭാഗത്തിനിടയിൽ ഒരു ഇന്ത്യ വിരുദ്ധ മനോഭാവം വളർന്നു വന്നു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. അത് ലംഘിക്കപ്പെട്ട വാഗ്ദാനങ്ങളുടെ ഒരു നീണ്ട ചരിത്രം അതിനുണ്ട്. കാശ്മീരിന് വാഗ്ദാനം ചെയ്ത ഓട്ടോണമി, സ്വയംഭരണാവകാശം, അതുപോലെ
മറ്റേ കാശ്മീരും കേന്ദ്ര സർക്കാരും ചേർന്ന് 52 ഉണ്ടാക്കിയിട്ടുള്ള ഡൽഹി എഗ്രിമെൻ്റ്, ഇത് പാലിക്കുന്നതിലുണ്ടായിട്ടുള്ള നഗ്നമായിട്ടുള്ള ലംഘനങ്ങൾ, ഇങ്ങനെ ഒട്ടേറെ കാരണങ്ങളുണ്ട്. അതെല്ലാമാണ് ഇത്തരമൊരു സാഹചര്യം അവിടെ വളർന്നു വരാൻ ഇടയാക്കിയത്. ഇപ്പോഴും വലിയൊരു വിഭാഗം ആളുകൾ അവിടെ ഒന്നുകിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നവരാണ്, വലിയൊരു വിഭാഗം പാകിസ്ഥാനെ ഇപ്പോഴും എതിർക്കുന്നവരാണ് താഴ്വരയിലെ ജനങ്ങൾ. അത് മനസ്സിലാക്കാതെ താഴ്വരയിലെ ജനങ്ങളും യുദ്ധത്തിന് ഇരയായിത്തീരേണ്ടവരാണ് എന്നൊക്കെയുള്ളത് അങ്ങേയറ്റം ഭയാനകമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ്. നിങ്ങൾ എങ്ങനെയാണ് കാശ്മീരിലെ ജനങ്ങളെ ഇത്ര അവിശ്വാസത്തോടു കൂടിയാണ് കാണുന്നതെങ്കിൽ അത് ആരെയാണ് ആത്യന്തികമായി സഹായിക്കുക? പാകിസ്ഥാന്റെ ലക്ഷ്യത്തെയാണ് സഹായിക്കുക, തീവ്രവാദികളെയാണ് സഹായിക്കുക. ശരി, ആ നിലയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കാശ്മീർ നയത്തിലെ പോരായ്മയാണ് താങ്കൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. ശ്രീധരൻപിള്ള ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പോകാൻ കഴിയില്ല. ഞാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇപ്പോൾ പഠാൻകോട്ടിലെ ഭീകരാക്രമണത്തിന് ശേഷം ആ ഘട്ടത്തിലും പാകിസ്ഥാനെ ഇന്ത്യ വിശ്വാസത്തിലെടുത്തു. പാകിസ്ഥാനിൽ നിന്നുള്ള സംഘം ഇവിടെ വരുന്ന ഇത് പരിശോധിച്ചിട്ട് എന്തോ മണ്ടത്തരമായിരുന്നു, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ റിപ്പോർട്ട് തന്നെ. ഈ നിലയിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നു, അതിനുശേഷം പാകിസ്ഥാനുമായി സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു, അതൊക്കെ ഉപയോഗിക്കുന്നു. പക്ഷേ അതിന് ശേഷമൊക്കെ വളരെ കൈപ്പേറിയ അനുഭവങ്ങളാണ് തുടർച്ചയായി പാകിസ്ഥാനിൽ നിന്നും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ചർച്ച ആഗ്രഹിക്കുന്നത്, ചർച്ചയ്ക്ക് വേണ്ടി എപ്പോഴും വാദിക്കുന്നത് പാകിസ്ഥാനാണ്. അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പരാജയമോ അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങൾ വിജയിക്കുന്നതിനൊക്കെ ചർച്ച എന്ന ഒരു മുഖാവരണം അവർക്ക് ആവശ്യമാണ്. ഇനിയും അവർ അതിനുവേണ്ടി ശ്രമിക്കും. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ നയതന്ത്ര നീക്കങ്ങൾ നടത്തുമ്പോൾ അതൊക്കെ ചർച്ച എന്ന നിലയിലേക്ക് പോകാൻ പാകിസ്ഥാൻ വേറെ വഴിയിലൂടെ അതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കും. ഇപ്പോൾ ചൈനയുടെ പിന്തുണയും ആ നീക്കങ്ങൾക്കുണ്ട്. ഇന്നലെ ചൈനയുടെ പ്രതികരണം ചർച്ച തുടരണം എന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുക എന്തൊക്കെയായിരിക്കും? അല്ല, ഏതൊരു അവസ്ഥയിലും അത് ആക്രമണമായാലും ചർച്ചയായാലും സംവാദമായാലും എല്ലാ ഘട്ടത്തിലും പാകിസ്ഥാൻ ആത്മാർത്ഥതയോടെ അല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. വഞ്ചനാപരമായ ഒരു സമീപനമാണ് അവർക്ക് ഇന്ത്യയോടുള്ളത്. ഇന്ത്യയെ നല്ല വാക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ചിരിച്ച് സൽക്കരിച്ച് നമ്മെ വഞ്ചിക്കുക, ചതിക്കുക, നമ്മെ ആക്ഷേപിക്കുക, അപമാനിക്കുക, ആക്രമിക്കുക, അങ്ങനെ ഒരു അയൽക്കാരനാണ് നമുക്ക് നിർഭാഗ്യവശാലും 47 മുതൽ നമുക്കുള്ളത്. ആ അയൽക്കാരനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ സത്യത്തിൽ 1947 മുതൽ ഇന്നിപ്പോൾ 2016 വരെ കേന്ദ്രം ഭരിച്ച ഒരു ഗവൺമെൻറ്റിനും വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിട്ടില്ല. ചരിത്രം നമ്മൾ പുറകോട്ട് പോകേണ്ട അതിനൊരു സമയം കൂടി ഇല്ല. അല്ലെങ്കിൽ കാശ്മീർ പ്രശ്നം എങ്ങനെ ഉണ്ടായി, എപ്രകാരമാണ് കേന്ദ്രത്തിൻ്റെ, പ്രത്യേകിച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തെ ഒരു പിടിപ്പുകേട് അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടുള്ള ഉപേക്ഷ, എപ്രകാരമാണ് കാശ്മീർ ജനതയെ ഇന്ത്യയിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയത്, അതൊക്കെ ചരിത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഏതൊരു പരിഹാര മാർഗം നിർദ്ദേശിക്കുമ്പോഴും കാശ്മീർ ജനതയെ PDPക്ക് വോട്ട് കിട്ടി, BJPക്ക് വോട്ട് കിട്ടി, ഞങ്ങൾ കാശ്മീർ ഭരിക്കുന്നു എന്നൊന്നും ശ്രീധരൻപിള്ള പറഞ്ഞിട്ട് കാര്യമില്ല. കാശ്മീർ ജനതയെ അതിലെ ഒരു നിസ്സാര വിഭാഗമാണെങ്കിൽ പോലും അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായും ഇന്ത്യയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ഇന്ത്യയെക്കുറിച്ചൊരു വിശ്വാസം അവർ വളർത്തിയെടുത്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ വേണം പാകിസ്ഥാനെ നമ്മൾ നേരിടേണ്ടത്. അവിടെ പെട്ടെന്ന് അപ്പോൾ ആണവായുധം പ്രയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടൽ യുദ്ധം അതല്ല, മറ്റ് നിരവധിയായ കാര്യങ്ങളിലൂടെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിന്, അവർക്ക് പ്രയാസമുണ്ടാക്കുന്നതിന്, സാമ്പത്തികമായി അവരെ ഞെരുക്കുന്നതിന്, ഉപരോധം ഏർപ്പെടുത്തുന്നതിന് പലതും നമുക്ക് സാധിക്കും. ഇന്ത്യയുടെ കരുത്ത് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാൻ എന്ന ദുർബലമായ ചെറിയ രാജ്യം ഇന്ത്യ എന്ന വലിയൊരു രാജ്യത്തെ ഈ രീതിയിൽ ധിക്കരിക്കുന്നത്, നമ്മെ ഭീഷണിപ്പെടുത്തുന്നത് അത് ശരിയല്ല, അത് വിലപ്പോവില്ല എന്ന ഒരു സത്യം, തത്വം അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ സമീപനം അത് ഏത് നിലയിലായിരിക്കും വരാൻ ഇരിക്കുന്ന ദിവസങ്ങളിൽ രൂപപ്പെട്ട് വരിക? നയതന്ത്ര രീതിയിലൂടെ ആ വഴിയിലൂടെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക മാത്രമായിരിക്കുമോ, അതോ മറ്റു നീക്കങ്ങൾ രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? അത് നമുക്ക് ഈ വരും ദിവസങ്ങളിൽ അറിയേണ്ടുന്ന വസ്തുതയാണ്. ഈ ഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ MB രാജേഷ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ PS ശ്രീധരൻപിള്ള, ബ്രിഗേഡിയർ GRC നായർ, ശ്രീ PM നാരായണൻ, എല്ലാവർക്കും നന്ദി. എഡിറ്റേഴ്സ് അവറിൽ ഒരു ഇടവേള കൂടി. Let's head over to the Blazing Fast Brunch Challenge. Your time starts now. Hey, pass the G-Pass. Hey, pass the G-Pass. Hey, pass the G-Pass.
performance, a quality called G-Class. സ്വർണത്തിന്റെയും പട്ടുവസ്ത്രങ്ങളുടെയും സൂര്യ സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം. ആദിത്യ ഗ്രൂപ്പ് ജ്വല്ലറി ആൻഡ് വെഡിംഗ് സെന്റർ, ആറ്റിങ്ങൽ. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഷോറൂം. ഫീൽ ദ ബെസ്റ്റ് ഓഫ് ക്വാളിറ്റി. മണ്ണാംതറ ടൈൽ ഹൗസ്, പറവൂർ ആൻഡ് കൊടുങ്ങല്ലൂർ. വെൽവർത്തിന്റെ മിറർ ഫിനിഷ് ടെക്നോളജി ഉണ്ടെങ്കിൽ പൈപ്പിനകം കണ്ണാടി പോലെ സ്മൂത്ത് ആവും. തെന്നി പറന്ന് പോണോണ്ട് വെള്ളത്തിനൊക്കെ എന്തുട്ടാ ഫോഴ്സ്. കറണ്ട് ഫിനിഷ് ടെക്നോളജി സംഭവം സ്മൂത്ത് ആണ്ടാ. വീണ്ടും വാർത്തകളിലേക്ക്. പാകിസ്ഥാന്റെ മനുഷ്യാവകാശ ധ്വംസന പ്രവർത്തനങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ബലൂച്ച് പ്രതിനിധി അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയിലെ ബലൂചിസ്ഥാൻ പ്രതിനിധിയായ അബ്ദുൽ നവാസ് ബുക്തിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം നൽകണമെന്നാവശ്യപ്പെട്ട് ബലൂചിസ്ഥാൻ നേതാവ് ബ്രഹ്ദം ബുക്തി ഇന്ന് ഇന്ത്യൻ എംബസിയെ സമീപിച്ചേക്കും. ജനീവയിൽ നടന്ന ബലൂചിസ്ഥാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ യോഗത്തിന് ശേഷമാണ് ബുക്തി ഇക്കാര്യം അറിയിക്കുന്നത്. ഒരിടവേള കൂടി. Celebrate the bridal world. Also at all Lulu stores across the GCC. ഏതും മായ്ക്കാം. സ്റ്റെയിൻ ഗാർഡുള്ള പുതിയ ആപ്കോലൈറ്റ് അഡ്വാൻസ്ഡ്. സുന്ദരം, സുരക്ഷിതം, സ്വതന്ത്രം. ഈ ഗുളിക ട്രൈ ചെയ്യൂ. നീ ചൂടുവെള്ളം പിടിച്ചോ? നീ ഉപ്പുവെള്ളം കവിൾ കൊണ്ടോ? എല്ലാം ട്രൈ ചെയ്തു, ഒരു ഫലവുമില്ല. ട്രൈ ചെയ്യൂ കോൾഗേറ്റ് പെയിൻ ഔട്ട് ഡെന്റൽ ജെൽ. ഇതിന്റെ ഓരോ തുള്ളിയിലുമുണ്ട് കറിയാമ്പൂവിന്റെ ഗുണങ്ങൾ അടങ്ങിയ ആക്റ്റീവ് യൂജിനിയ ഫോർമുല. ഇത് നൽകും പല്ലുവേദനയിൽ നിന്ന് ഉടനടി ആശ്വാസം. പുതിയ കോൾഗേറ്റ് പെയിൻ ഔട്ട് ഡെന്റൽ ജെൽ വെറും ഒരു തുള്ളി കൊണ്ട് പല്ലുവേദനയിൽ നിന്ന് ഉടനടി ആശ്വാസം. കോൾഗേറ്റ്, ഡെന്റിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്ന നമ്പർ 1 ബ്രാൻഡ്. വെൽവർത്തിന്റെ മിറർ ഫിനിഷ് ടെക്നോളജി ഉണ്ടെങ്കിൽ പൈപ്പിനകം കണ്ണാടി പോലെ സ്മൂത്ത് ആവും. തെന്നി പറന്ന് പോണോണ്ട് വെള്ളത്തിനൊക്കെ എന്തുട്ടാ ഫോഴ്സ്. കറണ്ട് ഫിനിഷ് ടെക്നോളജി സംഭവം സ്മൂത്ത് ആണ്ടാ. എഡിറ്റേഴ്സ് അവർ അവസാനിക്കുന്നു. നമസ്കാരം. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. വേണമെങ്കിലും മോഷ്ടിക്കപ്പെടാം. VKC പ്രൈഡ്.